കുക്കറിൽ വെക്കാഞ്ഞമ്മ പോവല്ലേ? സുന്ദരി ആയിനല്ലോ പുതിയ സാരിയിലൊക്കെ. അസലേലതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോവാണ് ബൈക്കില്. നോട്ടല്ലേ അമ്മ റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറിയിട്ടേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാന്ന് വിചാരിക്കുന്നത്. നമുക്കിവിടെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇതാ നമ്മളിന്ന് പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ കഴിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു നമ്മൾ കോട്ടക്കുന്ന് എങ്ങോട്ടേയും പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പോകാനുള്ളൊരു കാരണോടെ ഉണ്ട്. നമുക്ക് മഞ്ചേരി ഒരു ഹോസ്പിറ്റലിൽ പോകണം. അതിനുശേഷം ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് കോട്ടക്കുന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞാനിതാ എൻ്റെ കിച്ചൺ ടൂൾസൊക്കെ വെച്ചിട്ട് ഇതാ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസുവിന് വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മണിക്ക് ഹസു ഉണ്ടെങ്കിൽ ഉമ്മ എന്തായാലും കഞ്ഞി കൊടുക്കണം കേട്ടോ, ഉമ്മക്ക് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉമ്മ വലിയൊരു തട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ചൂടാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുക്കറിലൊക്കെ ഉണ്ടാവും, അതിന് കുറച്ച് അധ്വാനമുണ്ട്. കുക്കറിൽ വെക്കാൻ മര്യാദക്ക് ചോറാണ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഉപ്പേരിയും അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് പിന്നെ കറി വെച്ച് ചോറെല്ലാം ഇവിടെ ആക്കി കൊടുത്തിട്ട് ഉപ്പാക്ക് എല്ലാം സെറ്റ് ചെയ്തെടുത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം ഇവിടെ ആക്കി കൊടുത്താൽ ഉപ്പ ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ചോറ് ഉമ്മ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. പോവല്ലേ? സുന്ദരി ആയിരുന്നല്ലോ പുതിയ സാരിയിലൊക്കെ. പോവാ. പശുവിന് ചെറുതായിട്ട് ചുമ ഉണ്ട്, അതുകൊണ്ട് അവന് ഇതാ തലയിൽ കുറച്ച് വെയിലായിട്ടുണ്ട്. 11:15 അപ്പോൾ ഇതാ അവന് തലയിൽ ഇതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലഞ്ഞേ പോവല്ലേ? അപ്പം ഞാനിതാ ഒരു ഡെനിമിൻ്റെ ഒരു ടോപ്പും ജീനും ഒരു യെല്ലോ ഷോളും ഇട്ടിട്ടുണ്ട്. അമ്മമാൻ്റെ ചായ കേട്ടോ, സ്ഥിരം നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അസൂൻ്റെ ചായ അല്ലേ? മറുതി. അപ്പം ഞാനും ഉമ്മയും മസൂടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോണൊരു ആളെ കാണാനുണ്ട്. അതിന് ശേഷം നമ്മൾ വെറുതെ നിൽക്കല്ലേ. അപ്പോൾ ഞങ്ങൾ കോട്ടക്കുന്നൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വെയിലായിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് ഇന്ന് ലീവ് വേണം. അപ്പം ഇങ്ങനെ ഇറങ്ങാം കേട്ടോ ലസുട്ടിയെ. അപ്പോൾ നമ്മളെ കുഞ്ഞു ബേബി ഇതാ അവിടെ. പോവല്ലമ്മ? വെറുതെ ഇല്ല. അപ്പം നമ്മൾ കോട്ടക്കുന്ന് വിടല്ലേ? അപ്പം മനി കൊണ്ടുവന്നാ കോഴിപ്പോൾ ഞങ്ങൾ പോവാണ് ബൈക്കിൽ. അപ്പൊ നമ്മൾ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഉമ്മാക്ക് പേടിയാണല്ലോ, കാരണം കുറച്ച് ദിവസം ഇവിടെ അപ്പൊ അമ്മ വെയിറ്റിങ്ങിലാണ് ഫുഡ് കഴിക്കാൻ. ചട്ടിച്ചോറാണ് ഉമ്മക്ക് ഓർഡർ ചെയ്തല്ലേ അമ്മ? രസമുണ്ടാവില്ലേ? രസമുണ്ടാവും. ഞങ്ങള് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ബിരിയാണി, ചട്ടിച്ചോറ് ബിരിയാണി, ഉമ്മ നോർമലി ചട്ടിച്ചോറുമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഫുള്ളായിട്ട് വെയിറ്റിംഗ് ആണ്. ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യാം. പിന്നെ അമ്മ പാട് അമ്മ ചട്ടിച്ചോറിന് വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല നമ്മൾ വന്നപ്പോൾ ഫർസയിൽ നല്ല ഫുള്ളായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിപ്പോൾ ആ ഫുഡിനും വെയിറ്റ് ചെയ്യാണ്. കുറേ ആൾക്കാരുണ്ട്. കുറച്ച് നേരമായി പ്ലേറ്റും കൊണ്ടുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. സാധനം വന്നിട്ടില്ല. അസുട്ടി ഇതാ അവിടെ കഴിച്ചോളൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിച്ചോറും അതുപോലെ തന്നെ ഞാൻ നൂഡിൽസും ആണ് പറഞ്ഞിട്ടുള്ളത്. ബിരിയാണി ചട്ടിച്ചോറ് ഞാൻ ഒഴിവാക്കി, കാരണം എല്ലാം കൂടി ചട്ടിച്ചോറ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കോട്ടക്കുന്ന് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? വെയിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കല്ലോ അമ്മ? നിങ്ങൾക്ക് എന്ത് വേറെ എന്ത് വേണോ? ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വെയിലല്ലേ? അപ്പോൾ ചോറൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങിയില്ല. അപ്പം നല്ല വെയിലാണ്. പിന്നെ ഇവിടേക്ക് എല്ലാം ഓപ്പൺ ആകുന്നുള്ളൂ. അപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആളുകൾക്ക് ഇങ്ങനെ വരുന്നുള്ളൂ. ഇവിടെ എന്തോ ഒരു മേളയൊക്കെ നടക്കുന്നുണ്ട്. എന്താ
ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. ഹസുവിനെ കുറച്ച് നേരം നമ്മളിതാ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടക്കിയതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ മാസം 29 വരെയാന്ന് തോന്നുന്നു ഇവിടെ എന്തോ ഒരു മേളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്നും അറിയില്ല, ഇവിടെ വന്നാരേ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം. ലമ്മ തുടക്കാലേ സുഖനല്ലേ? എന്നാ തുടങ്ങണേ? അല്ല 26-ാം തീയതി തുടങ്ങിയാണ്. കുറഞ്ഞ സുഖമൊക്കെ ഉണ്ട്. ബാക്കി എന്തായി? എല്ലാ ഫുള്ളും സുഖം മനുഷ്യനുണ്ടാവില്ലല്ലോ. കുഴപ്പമില്ല, ടെൻഷൻ ഉണ്ടാവുക. അവിടെ കിടക്കുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടത്തിയാണ് അവന്. അപ്പോൾ ഇതാ അമ്മ ഇതാ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. ഇതാ ഞാൻ ഒപ്പം കൊണ്ട് പോവാണ്. അമ്മ എന്താണ്? കുറച്ചേരം കിടന്നോട്ടല്ലേ അമ്മ, റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറിയിട്ടേ അതിലൊക്കെ കയറ്റാം. അപ്പൊ പിന്നെ എല്ലാം ഇവിടെ റെയ്ഡൊക്കെ ക്ലോസ് അല്ലേ. ഇതെല്ലാം എനിക്ക് പോയിക്കോ. പാവണ്ട്, ക്ഷീണിച്ചണേ, ഛർദിച്ചണ്ടേ. അതേ ആ ഫ്രൂട്ടി എല്ലാം കൂടി ഒരുമിച്ചേ കുടിച്ച വേണമെങ്കിൽ കൊണ്ടുണ്ടാവില്ല. ഞാൻ അയച്ചോളാം അമ്മ, അയച്ചോളാം. ഞാൻ വെള്ളം വാങ്ങിയില്ല അമ്മ, അപ്പുറത്തുനിന്ന് വെള്ളം വാങ്ങാൻ അയച്ചു. വെള്ളം വാങ്ങണോ? എന്താ വാങ്ങണ്ട? കുടിച്ചു പോരും. നമുക്ക് വെള്ളം വേണ്ട, നമുക്ക് കൊടുത്താൽ നമുക്ക് പച്ചവെള്ളം ഏതെങ്കിലും വെള്ളം വേണ്ടമ്മ. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ? അത് എനിക്ക് നമുക്ക് അവിടുന്ന് വാങ്ങിക്കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കാണോ? അപ്പോൾ ഇതാ ഉമ്മാക്ക് ഐസ് വേണം എന്നുള്ള ആഗ്രഹം. ഹസു കിടക്കുകയാണ്. അപ്പോൾ ഇതാ ഐസും കൊണ്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ വേണ്ടി? ഇല്ല 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 ഇല്ല, ചൊല്ലാണ്ട് പിടിക്ക്. അപ്പോൾ ഇതാ ഉമ്മ ഐസ് വേണമെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഐസൊക്കെ കൊണ്ടുകൊടുത്ത് ഇതെങ്ങനെ ഐസ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോട്ടക്കുന്നിലൊരു എക്സ്പോ എന്തോ നടക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നിനും ഒരു മൂഡില്ല. കാരണം ഹസൂന് അവിടെ എത്തിയാൽ തന്നെ ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഉണ്ടായിരുന്നു. അവൻ സത്യം പറഞ്ഞാൽ അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ. നമ്മളവിടെ വന്നു, നല്ല വെയിലായിരുന്നു. കാര്യമായിട്ട് ഒന്നിലും കയറാനും പോകാനൊന്നും പറ്റിയിട്ടില്ല. അവന് ഉറക്കുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് കിടത്തിയതായിരുന്നു. നമ്മൾ അവനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റാളിലുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് വേഗം പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ചിട്ട്, കാരണം ഇന്ന് വന്നതൊന്നും ഒരു ശരിയായിട്ടില്ല. കാരണം ഹസു വണ്ടി നിർത്തിയതിന് ശേഷം നല്ല ഛർദ്ദിച്ചൊക്കെ ചെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, അവന് ഭയങ്കര ടയേർഡായിപ്പോയി. നമ്മൾ വിചാരിച്ചിന് ട്രിപ്പൊക്കെ കയറ്റേണ്ടി വരും, അത്രയും പെട്ടെന്നൊരു ക്ഷീണിച്ചു പോയിട്ടോ. അപ്പോൾ അവന് കുറച്ച് നേരം അവിടെ കിടത്തി ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് വേഗം വിട്ടിട്ടോ. കാര്യമായിട്ട് ഒന്നിലും അവന് കയറിയിട്ടില്ല. അവന് റൈഡിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന് അവൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് അവന് ഒരു റൈഡിലും കയറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ വന്നതിന് ശേഷം കുറേ നേരം അവിടെ അവനെ ജസ്റ്റ് ഒന്ന് കിടത്തിയതായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. നമ്മൾ വേഗം നാട്ടിലേക്ക് തന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉമ്മ അതാ ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അവൻ ഭയങ്കര ടയേർഡായിട്ടുണ്ട് കേട്ടോ. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ആയാലും നമുക്ക് ഒന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയിട്ട് വേണം നമുക്ക് ഇനി അങ്ങോട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞാറ്റേ അപ്പോൾ ഹസു നല്ല ടയേർഡായി. അവനെ കുറച്ച് നേരം നമ്മൾ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഇരിപ്പിടുണ്ടല്ലോ, അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിന്ന ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇവിടെ ഈ ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു. നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ ഈ വെയിൽ കാരണം എല്ലായിടത്തും കടലാസിൻ പൂവ് നല്ല രീതിയിൽ പൂവിട്ടിരിക്കുന്ന ടൈമാണല്ലോ. അപ്പം നമ്മളെ കോട്ടക്കുന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതോടെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ പൂവിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പം നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളെ വ്ളോഗെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളെ വ്ളോഗിൽ നമ്മളെ ഡെയിലി ലൈഫ്, അതുപോലെ ട്രാവലിങ്, അങ്ങനെ എല്ലാം ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് വരും. അപ്പോൾ നമ്മളിത് നല്ലൊരു ഫ്ലവറിൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളായിരുന്നു പോയില്ലേ.
ഇതിപ്പോ പോവല്ലേ പോവല്ലേ ഉറങ്ങല്ലേ ഇവിടെ പോലമ്മ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം കാര്യമായിട്ട് ഒന്നും ഹസുട്ടി കഴിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് 2 ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അവന് നല്ല ടയേർഡായതോ. പിന്നെ അതുമാത്രമല്ല ഫ്രൂട്ടിയിൽ നല്ല കെമിക്കലായിരിക്കും. പിന്നെ ക്ഷീണിച്ച ആ ഉടനെ കഴിച്ചതുകൊണ്ട് എന്താ അറിയില്ല ആൾ നല്ല ഛർദ്ദിച്ചും ചെയ്തു. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹോട്ടലിൽ നിന്ന് അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോരാൻ നേരത്ത് മഞ്ചേരി നമ്മൾ നാട്ടിലേക്ക് പോരുന്നിടത്തൊരു തട്ടുകടയിൽ കയറിയതാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ പൊറാട്ടി അതുപോലെ തന്നെ ഒരു നിർബന്ധ സവനപ്പ് വേണമെന്ന്. അപ്പോൾ എന്തായാലും ഓൻ്റെ ഇതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ട് വെച്ച് നമ്മൾ അതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ മീൻകറി പിന്നെ കാട ഫ്രൈ ഒക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു തട്ടുകടത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു തട്ടുകട എവിടെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ മഞ്ചേരി റോഡിനാണ്, പക്ഷെ നല്ല കുറഞ്ഞ ബഡ്ജറ്റിനാണ് ഇവിടുത്തെ ഫുഡൊക്കെ കേട്ടോ. നമുക്ക് നമ്മളിതാ പാർസലും വാങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ തട്ടുകടയിൽ നിന്ന്. ഏതാ വണ്ടി? ഏതാ വണ്ടി? ഏതാ വണ്ടി? ലൈസാ? ഡിക്കിലിടാ വേണ്ട വേണ്ട എന്നാ പിടിച്ചോ. ഇതൊക്കെ ഡിക്കിലിടാ വേണ്ട. അസുഖോ അപ്പൊ നമ്മൾ 7-7:30 ആയപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ല കുഞ്ഞാ? അടിക്കണം മലായിട്ട്. അപ്പോൾ ഉപ്പ അങ്ങാടി പോയതാണ്. ഞങ്ങൾ വന്ന് അതിൽ തുറക്കട്ടമ്മ. കുഞ്ഞാറ്റ നല്ല ടയേർഡായിന് അല്ല പൊന്നാ? തുറന്നോ? ലൈറ്റ് ഇട്ടാളേ എന്നിട്ട് അത് ഓഫാക്കാം. കുഞ്ഞാറ്റക്കിളിയേ ഇമ്മിൻ്റെ കുഞ്ഞാറ്റ ഉറങ്ങ ചൂടിപ്പടുത്ത. എണീക്ക് വാ എണീക്ക്. ഷൂ അയച്ചരമ്മ. എന്താ ഗ്ലൂക്കോസിനൊരു പൂതി തലക്കോ? അങ്ങോട്ട് വന്നാ എവിടെ വേദന കാണിച്ചണ്ട? തലമ്മലോ? നല്ല രസമുണ്ടോ ഗ്ലൂക്കോസും പൊടി? അത് വെറുതെ പറയാ. സ്പെഷ്യലായിട്ട് അറിയുന്നുണ്ടല്ലോ, എന്തോ ഉണ്ടാക്കിണ്ടല്ലോ, വെറൈറ്റി. ഉമ്മാന്റെ വിഭവമാണ് ഇവിടെ. നൈറ്റിൽ എന്തോ വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓടി വരും. അപ്പൊ ഉമ്മ ഇവിടെ നൈറ്റില് ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കണ്ടേ. എന്താന്ന് വെച്ചാല് കമ്പുപ്പുമാവ്. ഇത് കുറെ നേരം വെള്ളത്തിട്ടണമ്മ. ഇത് ഉപ്പ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. കമ്പുപ്പുമാവ് ഇട്ടിട്ടുണ്ടല്ലോ. കമ്പത്തിന്റെ ചെറിയ തരിതരിയായിട്ട് കുറച്ചു നേരം പൊതിരാൻ വെച്ചതിന് ശേഷം അംഗനവാടിയിൽ നിന്നൊക്കെ പണ്ട് കിട്ടൂലേ. പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ് ഐറ്റംസുകൾ പലതായ. റുക്കിയാത്തന്റെ കുക്കിംഗ് അല്ല ഹോട്ടലാണ് ഇതില്. റുക്കിയ ഹോട്ടൽ. ചട്ടപ്പങ്ങള് ടോർച്ച് ഉണ്ടായിക്കോളി. എന്റെ ആവശ്യമില്ല ബുദ്ധിയിലൊന്നും. അങ്ങനെ ബുദ്ധിമുട്ടാ? ആ ടോർച്ച് എടുത്തോളി. എന്താ അറിയോ, ഞാനൊരു വള്ളിക്കെട്ടതല്ലേ. നിങ്ങളെ കണ്ട വള്ളിക്കെട്ടും പോവല്ലേ. സാറായി കേട്ടോളി. ഉമ്മ ഇടത്തതാ ടോർച്ച് അടിച്ചു പോ. ടോർച്ച് എങ്ങോട്ടാ അടിക്കുന്ന? ആകാശത്തേക്കാ. കരിവേപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ അതൊക്കെ ഈ ഫുഡ് രാത്രി സ്പെഷ്യൽ ഉമ്മയുടെ രാത്രി സ്പെഷ്യൽ ഫുഡാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ താല്പര്യമുള്ളവര് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്താണ് കമ്പുമാവിന്റെ പാക്കറ്റ് വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. എന്നെക്കാളും രസം. വെളിച്ചെണ്ണ വേണ്ട? വെളിച്ചെണ്ണ അല്ല, ഇവിടെ സാധാരണ നമ്മള് വെളിച്ചെണ്ണ അല്ലേ യൂസ് ചെയ്യലും. വെളിച്ചെണ്ണയാണ്. അപ്പൊ ഇതാ അമ്മ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറെ ഒഴിക്കണം. ഇത് വെളിച്ചെണ്ണ പറ്റിക്കണ്ടോ? ഇവിടെ വയറ്റിന്റെ ടൈമോട് അമ്മ ചുരുള വെച്ചിട്ടുണ്ട്. ഇത് തളിച്ചാൽ നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും.
നിങ്ങള് കൈപ്പുണ്യം തന്നെ ഒരു അപാരല്ലേ? കൊറേ സർവീസ് ഇല്ല. എത്ര കാലം സ്കൂൾക്ക് പോണം. കുട്ടികളാലേ കൂടുതൽ അടുക്കളയ്ക്ക് ഒരാരുമില്ലല്ലോ ഇവിടെ. ഞാനില്ലേ അജ്ജ് വന്നാറുണ്ട്. ഇല്ലല്ലോ എന്താണ് ഇക്കാന്റെ അഭിപ്രായം? ഇന്നിവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് നോക്കി എന്താണ് നോക്കിയിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയുന്നത്? അല്ല നിങ്ങൾക്ക് സാലഡും സലാഡൊന്നും വേണ്ടേ? ചൂടാറ്റി കൊടുത്ത എങ്ങനെ സൈക്കിളാണെങ്കിൽ സൈക്കിളാ അതിനിങ്ങനെ ഇതൊന്ന് വർക്ക് ആദ്യം ഇതില് ഊട്ടീന് ചമ്പാദ്യ ഇതിന് വേവുണ്ട് കുറച്ചൊക്കെ അവന്റെ മാതിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉമ്മ. ഇത് എത്ര വിസിലടിക്കണം? എത്ര? ഒരു വിസിൽ. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കറിൽ വെച്ചിട്ട് ഒരു വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്ത് റെഡി? ഹെൽത്തി ഉപ്പുമാവ്. നിങ്ങളിത് കഴിക്കൂല? ഇത് അനക്കും മോനും പാക്കും ഡയറ്റിംഗ് ഇല്ല. അപ്പൊ നിങ്ങൾ നമ്മൾ സദാ ചോറ്, നമുക്കൊരു ഡയറ്റിങ്ങിന്റെ ആവശ്യമില്ല. നമ്മള് സ്കെൽറ്റൻ തടിയല്ലേ. സ്കെൽറ്റൻ തടി. വേറൊരു സംഭവം മനസ്സിട്ടുണ്ടാക്കിയ സംഭവമാണ് ഇത്. നാടൻ ഒറിജിനൽ വീട്ടിലുണ്ടാക്കുക. അപ്പൊ അതിന്റെ വെള്ളം കൂടി ഉണ്ട് മനസ്സില് ക്ഷീണം മാറാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചൂടാറാൻ വേണ്ടിട്ട് ഉമ്മ ഓരോ പാത്രത്തില് ഒഴിച്ചു വെച്ചിട്ടുണ്ട്.